हालेलुया। प्रभु आशीष दें। हालेलुया। एक बार और सबको आज जय मसीह कहते हैं। आज हमारे बीच में वचन बोलने के लिए हालेलुया आया है प्रिया बोवस्कुटी पास्टर केरल से है। एक बार पहले परमेश्वर का दास हमारे बीच में रेनकोट में आए थे। हालेलुया। हम लोगों को बहुत आनंदित हुआ था, बहुत आशीष पाए थे। आज प्रभु की दया है, प्रभु का दास हमारे बीच में वचन बोलने के मिला। ഹല്ലേലൂയ। പരമേശ്വർക്ക് ധന്യവാദം കർത്തേ കർത്താവിന്റെ ദാസനെ ഞങ്ങൾ വളരെ നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ശുശ്രൂഷിച്ചതിന് വളരെ നന്ദിയുണ്ട്. അല്ലാൽ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ഇവിടുത്തെ മിനിസ്ട്രി വളരെ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. വീണ്ടും ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇന്ന് വൈകിട്ട് കടന്നു വന്നതിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. അടുത്ത 3/4 മണിക്കൂർ കർത്താവിന്റെ വചനം എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ മധ്യത്തിൽ പ്രസ്താവിക്കുവാനുള്ള അവകാശമുണ്ട്. അതിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയം ദൈവമക്കളുമായി ചേർന്നായിരിക്കാൻ തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. परमेश्वर की नाम को महिमा मिले। आज सायं संध्या में प्रभु के लोगों के साथ हालेलुया प्रभु के वचन को मनन करने के लिए अवसर दिया। मैं परमेश्वर को धन्यवाद करता हूँ. വീണ്ടും കർത്താവിന്റെ ദാസൻ ഷിബു പാഷയെ കാണുവാനും അവിടെയുള്ള വേലയും ആ വിശാലതയും കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നു എന്നുള്ളത് അറിയുമ്പോൾ അതിയായി ദൈവത്തെ സ്തുതിക്കുന്നു. हालेलुया। प्रभु का दास लोगों को मिलने के लिए हंग सेवकाई को प्रभु बहुताई से बढ़ाने के लिए प्रभु ने हालेलुया मौका दिया। इसको देखकर मैं परमेश्वर को धन्यवाद करता हूँ और बहुत आनंद मनाता हूँ. വളരെ വർഷങ്ങൾക്ക് മുൻപ് റേണുക്കോട്ട് കടന്നു വരുവാനും ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും എനിക്ക് സഹായിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന് സഹായിച്ചിട്ടുണ്ട്. ഇത്രത്തോളം വേലയെ ദൈവം വിശാലതയാക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ അതിയായി ദൈവത്തെ സ്തുതിക്കുകയാണ്. मैं और मेरी परिवार बहुत साल पहले और बीच में भी बहुतेरे बार रेणुकोट में आकर उस देश के लिए प्रार्थना करने के लिए परमेश्वर ने हमारे जीवन में अवसर दिया. मैं आज देख रहा हूँ प्रभु की सेवकाई बहुताई से उस देश में बड़ा और प्रभु ने बहुत अच्छे तरह से हम लोगों को इस्तेमाल कर रहा है. बहुत बड़ा बेदारी हम कर रहा है. मैं परमेश्वर को धन्यवाद करता हूँ. വളരെ പ്രതികൂലങ്ങളുടെ നടുവിലും കർത്താവിന്റെ ദാസനെ ആ ദേശത്ത് ദൈവം നിർത്തിയതോർത്തും ആമേൻ മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിച്ച അനേക സന്ദർഭങ്ങളിൽ ഭയപ്പെടേണ്ട എന്നുള്ള ആലോചന തന്ന് കർത്താവിന്റെ പ്രവൃത്തിക്ക് തികച്ചെടുക്കുവാനായി ദൈവദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാരംഭം ഓർപ്പിക്കുക. बहुतेरे बाद प्रभु के दास लोगों को आगे नहीं बढ़ाएंगे, हाँ सेवकाई समाप्त करेंगे करके हालेलुया. प्रभु की वायदा उनके ऊपर था. प्रभु की वाणी समय समय पर मिला, उनको दृढ़ता किया. प्रभु ने सेवकाई को बढ़ाया और प्रभु बहुताई से इस्तेमाल करने पाए. मैं परमेश्वर को लिए प्रार्थना करता हूँ. ഇന്നത്തെ സംഭവങ്ങൾ ലോകം മൊത്തമായിട്ടും വളരെ ദുഃഖത്തിലും ഭയത്തിലും പ്രയാസങ്ങളിൽ കൂടെ പോകുന്നതായ ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ. इस समय पूरी दुनिया बहुत डर और भय के साथ बहुत बड़ा महामारी को सामना करते हुए ये धरती जा रहा है, हम जान रहा है. എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. സമാധാനമില്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ദൈവവചനം പറയുന്നു ഇതൊരു ദുഷ്കാലമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. आज पूरी दुनिया में शांति नहीं है, अशांति अवस्था में है, लेकिन प्रभु के लोगों को केवल शांतिमय जीवन जीते हैं. എന്നാൽ ഇതൊക്കെ ये सब हम देखने के वजह से हमको एक बात अच्छी तरह से पता चलता है, हमारा प्रभु यीशु मसीह जैसे बादलों में आगे उसको गया, वो बहुत जल्दी मध्य आकाश में हमारे को ले जाने के लिए आने वाला है. ഒരു ദൈവപൈതലിന് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയാണ് എല്ലാ കാലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
एक प्रभु की बेटे के संतान के लिए कोई डर और भय की जरूरत नहीं है, क्योंकि जैसे वचन के अंदर लिखा है उसी जैसा हालेलुया आज धरती पर हो रहा है। ഒരു അന്ത്യകാലത്ത് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ വചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. യേശു കർത്താവിന്റെ വരവ് ഏത് സമയവും നടക്കാമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. हम लोग अंधकाल की समय की ओर आया है। हमारा यीशु मसीह की पवित्र वचन के अंदर ये स्पष्ट रूप का अंधकाल के बारे में स्पष्ट रूप से लिखा हुआ है। हम ये सब देखने के समय हम अपने आप को प्रभु के चरणों में तैयारियों के साथ बैठे रहे। ഇന്ന് രാത്രി അല്പസമയം നമ്മൾ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. आज रात को प्रभु की वचन की मनन के लिए हम अपने आप को परमेश्वर की हाथों में सौंपे। അതിനാധാരമായിട്ട് എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. उसके लिए हम वचन पढ़ेंगे। हालेलुया एफेसियों का पत्री 3 अध्याय उसका 16 वचन पढ़ेंगे। അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിന്. वहां लिखा है वह अपनी महिमा के धन के अनुसार तुम्हें यह दान दे कि तुम उसके आत्मा के अपनी भीतरी मनुष्यत्व में सामर्थ्य पाकर बलवंत होते जाओ. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങള് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ മുന്നേറ്റങ്ങൾക്ക് വളരെ ഉത്തേജനം നൽകുന്ന അനേക വചനങ്ങൾ നമുക്ക് ആ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. प्रेरित पौलुस का जो वचन है हमारे जीवन के लिए आत्मिक उन्नति के लिए बहुत बड़ा हालेलुया आवश्यक जरूरत वचन है. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മളെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ വചനമാണ്. हर एक परिस्थिति में हमारी मुश्किल अवस्था में हमको धीरज देने वाला हमको दृढ़ करने वाला वचन है प्रभु का दास प्रेरित पौलुस का वचन. ഈ വചനം വെറുതെ വരികയല്ല, ദൈവത്തിന്റെ ആലോചനയിൽ ദൈവത്തിന്റെ ശബ്ദമായി നാം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ അത് വലിയ ദൈവശക്തിയായി നമുക്ക് മനസ്സിലാക്കുക മാത്രമല്ല കർത്താവിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. ये सिर्फ मनुष्य की बुद्धि से लिखा हुआ नहीं, परमेश्वर की आत्मा का सामर्थ्य के द्वारा हालेलुया मनुष्यों को आगे हमेशा की मनुष्यों के लिए हालेलुया आत्मिक उन्नति पाने के लिए लिखा हुआ वचन है ये. അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഏത് പ്രതിസന്ധികളുടെ നടുവിലും അവൻ ഉറപ്പോടെ നിൽക്കുകയും വാഗ്ദത്തങ്ങളെ കാണുകയും ചെയ്യുന്നത്. हालेलुया इसलिए ये वचन इस पे प्रभु का वचन में लिखा है, इस तरीके का पत्रियां लिखा है. इसी वजह से मनुष्य जो यीशु मसीह पर विश्वास करते हैं वो जीवन की कितने भी मुश्किल परिस्थितियों में भी वो सामना करने के बाद भी वो स्थिर रहने का धीरज से आगे बढ़ने का कारण ये वचने हैं. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റ് ദൈവത്തെ അറിയാത്ത ജനം, യേശുവിനെ അറിയാത്ത ജനം വിഷയങ്ങളുടെ മുൻപിൽ അവര് ഭീരുക്കളായിട്ട് അവരുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരായിട്ട് അവരുടെ ജീവിതം തകർത്ത് കളയുന്ന അവസ്ഥകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. हम इस समय हम देख सकते हैं बहुतेरे लोग हालेलुया जीवन की कठिनाई को देखकर अपने जीवन को आधे समय पर हालेलुया खत्म कर देते हैं. हालेलुया अपने आप को दुनिया से छोड़ देते हैं. അനേകര് ആത്മഹത്യ ചെയ്യുന്നു, അനേകര് ആമേ പല നിലകളിലേക്ക് അവര് അത് പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. बहुतेरे लोग आत्महत्या करते हैं, बहुतेरे लोग पीछे हटते हुए हम देख सकते हैं. എന്നാൽ ഇവിടെ എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ അതേ പ്രാർത്ഥനയുടെ ചില വാചകങ്ങളാണ് ഇവിടെ വായിച്ചത്. आज हम जो पढ़े हैं प्रेरित पौलुस सभा के लिए कलीसिया के लिए जो प्रार्थना करते हैं कुछ एक वचन है जो हमें हम पढ़ा है. അതേ ഒരു ദൈവമൈതൽ പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥിക്കണമെന്നൊക്കെ നമുക്ക് ഈ വേദഭാഗത്തെ കാണാൻ കഴിയുന്നുണ്ട്. हर एक प्रभु का संतान लोग
प्रार्थना में लगे रहना है। इस वचन में हम इस तरीके से प्रार्थना करना है लिखा हुआ है। ഈ പ്രാർത്ഥനയിൽ ഒരു ഭൗതിക ആവശ്യങ്ങളല്ല, പിന്നെയോ ആമേൻ ചില ഭൗതിക കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയല്ല, പിന്നെയോ ദൈവത്തിന്റെ അത്യന്തമായ ഒരു ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് ആ പൗലോസിന്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയുന്നത്. यहाँ प्रेरित पौलुस कलीसिया के लिए जब प्रार्थना करते हैं, उनको जो बाहरी कोई भी चीजों को जरूरत के लिए नहीं प्रार्थना करते, हमको आत्मिक सामर्थ्य चाहिए करके प्रभु के सामने प्रार्थना करते हैं। ദൈവവചനം ഒരു ശബ്ദമായി മാത്രമല്ല, ദൈവവചനം അതേ ആ ശക്തിയോടെ വ്യാപരിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. परमेश्वर का वचन केवल शब्दों में अकेला नहीं है, हालेलुया, जब वो सामर्थ्य में, हालेलुया, जब हमारे बीच में कार्य करता है तब वो उसका भलाई होते हैं। ഇവിടെ ഞാൻ വായിച്ച ആ ഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. यहाँ हमने ये पढ़ा है, अपना भीतरी मनुष्यत्व बड़े सामर्थ्य को पाकर बलवंत होने के लिए हमको यहाँ बताया हुआ है। അവിടെ പുറമേ ഉള്ള ഒരു ആമേ മനുഷ്യ ശരീരത്തെ അല്ല, പിന്നെയോ അവന്റെ ഉള്ളിൽ ആയിരിക്കുന്ന ആ ആത്മാവ് അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. वहां बोला हुआ है बाहरी मनुष्य के बारे में नहीं, भीतरी मनुष्य, अंदर का एक मनुष्यत्व के बारे में, एक आत्मिक सामर्थ्य के बारे में यहाँ बताया हुआ है। നമ്മുടെ പുറത്തെയുള്ള ഈ ശരീരം എന്ന് പറയുന്നത് രോഗം നിറഞ്ഞതും ആമേ നിരാശയുള്ളതും പാപം നിറഞ്ഞതുമൊക്കെയുള്ള ഒരു ശരീരമാണ് നമ്മുടെ പുറമേയുള്ള ശരീരം. हमारी ये जो बाहरी मनुष्यत्व, मनुष्य का शरीर है, हमेशा बीमारियों से, हमेशा टेंशन से, हमेशा अलग अलग बातों से परेशान रहने वाला है। എന്നാൽ ഈ ശരീരത്തെ വീണ്ടെടുക്കാനായിട്ടാണ് യേശു ക്രിസ്തു ഇവിടേക്ക് കടന്നു വന്നത്. अपना ये बाहरी मनुष्यत्व का जो शरीर को छुटकारा देने के लिए प्रभु यीशु मसीह हालेलुया महिमा का सिंहासन छोड़कर हमारे बीच में उतर आया है। ആ കർത്താവ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ വീണ്ടെടുത്തു എന്ന് എഫെസ്യ ലേഖനത്തിൽ നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. നിങ്ങളെ അവൻ ഉയർപ്പിച്ചു എന്ന് കാണുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. हालेलुया, हम देख सकता है हालेलुया बुरी बातों में और हालेलुया पापों में पड़े हुए मरे हुए लोगों को प्रभु ने अपना जीवन देखकर हालेलुया जिलाया करके उसकी दूसरी अध्याय में हम देख सकते हैं। എഫെസ്യ ലേഖനം 1:7 വായിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. उसका पहला अध्याय 7वां वचन में लिखा है, हमको उसमें उसके लहू के द्वारा छुटकारा अर्थात अपराधों की क्षमा उससे उस अनुग्रह के धन के अनुसार मिला है। മനുഷ്യന്റെ പാപം ഭയങ്കരമായിരുന്നു. ദൈവത്തോട് അവൻ അടുക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്താൽ ആമേൻ ആ ദൈവത്തിൽ ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം കർത്താവ് കൊടുക്കുന്നു. हालेलुया, मनुष्य को कभी भी परमेश्वर की ओर आने के लिए कोई भी तरीका नहीं था, लेकिन सर्वशक्तिमान परमेश्वर मनुष्य बनकर ये धरती पर उतर आकर मानव के लिए बलिदान देकर मानव की पाप की छुटकारा दिया है। നമ്മുടെ മിടുക്കോ കഴിവല്ല, യേശു കർത്താവിന്റെ കരുണയും ദീർഘക്ഷമയും നമ്മളോട് വലുതായിരുന്നത് കൊണ്ടത്രേ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാനിടയായത്. हमारा कोई भी हालेलुया बात की वजह से नहीं, हालेलुया हमारा कोई भी सामर्थ्य की वजह से नहीं, प्रभु परमेश्वर का दया करुणा है हालेलुया हमारे ऊपर वर्षा, इसी वजह से हालेलुया हम परमेश्वर की संतान होने पाया है। ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. जो प्रभु यीशु मसीह पर विश्वास कर
परमेश्वर की आत्मा में प्रभु की आराधना करने वाले लोगों के लिए मैं परमेश्वर को धन्यवाद करता हूं। ക്രിസ്തു വിശ്വസിച്ചിരിക്കുന്ന ഭക്തന്മാർ എപ്രകാരം അവരെ ആദരിക്കണം, ഏത് രീതിയിലേക്ക് അവരാകണമെന്നുള്ളത് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. जो लोग प्रभु की महिमा के आनंद में बने रहता है, उसमें उत्साह होता है, वो लोग कितनी हालेलुया अच्छी तरीके से आत्मिक आनंद पाता है करके हम परमेश्वर की पवित्र भजन पढ़ने से हमको समझ में आता है। ഇവിടെ നമ്മൾ വായിച്ചു, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ട. यहाँ हमने पढ़ा है हमारी भीतरी मनुष्य बहुत बड़ा सामर्थ्य के साथ बलवंत होना करके पढ़ा है। ഒരു വലിയ പവർ, ശക്തിയാണ് അത് നമ്മൾ പ്രാപിക്കേണ്ടതെന്ന വേദഭാഗത്ത് തന്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയുന്നത്. वहां उनकी प्रार्थना में हमको ये मिलता है, बहुत बड़ा शक्ति, बड़े सामर्थ्य हमको पाना है करके वहां हमको बताया हुआ है। ചില വിഷയങ്ങളുടെ നേരെ ഇറങ്ങി ചെല്ലണമെങ്കിൽ നമ്മുടേതാകുന്ന കഴിവ് കൊണ്ട് പറ്റുകയില്ല. कुछ एक जीवन की बातों में अगर हम सामना करना है तो हमारी साधारण विधि से हम उसको सामना नहीं कर सकता। ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. लूका सुसमाचार उसकी 4 अध्याय हालेलुया उसका पहला बदल सेवकाई शुरू करते हैं, इस तरीके से हम पढ़ सकता है। യേശു ആത്മാവിന്റെ ശക്തിയോടെ അതേ മടങ്ങി വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. उसका 14 वचन में देख सकता है, फिर यीशु आत्मा की सामर्थ्य से भरा हुआ गलील को लौटा करके हम देख सकते हैं। ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ വലിയ ശക്തിയോ ശുശ്രൂഷയായിരുന്നു. यीशु मसीह की सेवकाई बहुत बड़ा आत्मा की सामर्थ्य के साथ होते थे करके हम वचन के अंदर देख सकता है। അതുകൊണ്ടല്ലേ കർത്താവ് അതേ ചെല്ലുമ്പോൾ ഭൂതങ്ങൾ അലറിയോടുകയാണ്. ആമേൻ. അതേ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു, അത്ഭുതങ്ങളുടെ പ്രവൃത്തി കർത്താവിലൂടെ വെളിപ്പെടുകയാണ്. इसी वजह से जब यीशु आत्मा की सामर्थ्य से सेवकाई करने की वजह से दुष्टात्मा दूर होते थे, बीमारी लोग चंगा होते थे, मृतक लोग चंगा जिंदा होते थे। ദൈവവചനം എന്ന് പറയുന്നത് വലിയ ദൈവശക്തി തന്നെയാണ്. हालेलुया, प्रभु की सेवकाई में बहुत बड़े बहुतेरे सामर्थ्य हालेलुया होते थे। കർത്താവ് തന്നെ സ്വർഗാരോഹണം ചെയ്ത അനന്തരമായി ആമേ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. जब प्रभु यीशु मसीह आरोहण करने के समय पर अपने चेले लोगों को इकट्ठा करके एक बात कहते हैं। അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. प्रेरितों का काम 1 अध्याय उसका 8वां वचन में हम इस तरीके से पढ़ते हैं, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ्य पाओगे और यरूशलेम और सारे यहूदिया और शमरिया में और पृथ्वी की छोर तक मेरे गवाह होंगे। യേശു കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗാരോഹണം ചെയ്യും എന്ന് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വലിയ ശക്തിയുടെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ടാകും. यीशु मसीह ने बोला, मैं स्वर्ग की ओर जा रहा हूं, वहां से मैं पवित्र आत्मा तुम्हारे ऊपर उंडे लूंगा। वो जब पवित्र आत्मा तुम पर आएगा, बहुत बड़ा एक सामर्थ्य तुम्हारे जीवन में आएगा करके प्रभु ने कहा। ഇന്ന് സന്ധ്യയ്ക്ക് ഞങ്ങളെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഒരു ദൈവ പൈതലെങ്കിൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്നത് വലിയ ശക്തിയോടുകൂടെയാണ്. हालेलुया, प्रभु की जनों, अगर आप प्रभु यीशु मसीह के और अपने आप को ताका है तो अगर आप जो जीवन बिता रहे प्रभु की सामर्थ्य के द्वारा है। ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ വലിയ കാറ്റടിക്കുന്നത് പോലെ ദൈവശക്തി അവരുടെ മേൽ ഇറങ്ങി വന്നുവെന്ന് നമ്മൾ വായിക്കുന്നു.
वो यीशु मसीह ने जैसे बोला हम देखे हैं उसकी दूसरी अध्याय में पेंतकोस्त का दिन हालेलुया प्रभु की दासों के ऊपर बहुत बड़ा तूफान की तरह, बहुत बड़ा हालेलुया लहर की तरह, अग्नि का जबान की तरह आग उनके ऊपर उतर आकर सभी लोग पवित्र आत्मा से भर गया। അവർ സാധാരണ മനുഷ്യരായിരുന്നുവെങ്കിലും ദൈവശക്തി അവരുടെ മേൽ വന്നപ്പോൾ അവർ വലിയ മഹാശക്തിയുടെ ഒരു വലിയ അനുഭവമായി തീരാനിടയായി। हालेलुया वो लोग साधारण लोग होते थे, लेकिन जब पवित्र आत्मा उनके ऊपर उतर आए तो वो लोग अजीब सा लोगों को हालेलुया हालेलुया लज्जित करने वाला लोग बन के बहुत बड़ा सामर्थ्य उनके ऊपर उंडेला गया। അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എന്ന് കാണുന്നു। हालेलुया प्रेरितों का काम 4 अध्याय उसका 33 वचन में हम देख सकता है, प्रेरित बड़ी सामर्थ्य से प्रभु यीशु के जी उठने की गवाही देते रहे और उन सब पर बड़ा अनुग्रह था। മഹാശക്തിയോടെ അവർ കർത്താവിനെ സാക്ഷിച്ചു। वहां लिखा है बड़ी सामर्थ्य के साथ परमेश्वर की सेवकाई किया। ഈ ദിവസങ്ങളിൽ ഭവനങ്ങളിൽ ആമേ ഇരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയുകയാണ്, ആമേ കർത്താവേ ആ ഉയരത്തിലെ ശക്തി എന്നിലേലും നിറങ്ങണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം। इस समय घर में जो लॉकडाउन में बैठा हुआ लोगों को प्रभु ये संदेश दे रहा है, हे प्रभु जी वो बहुत बड़ा सामर्थ्य मेरे और एक बार उंडेलने पाए। ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ആമേ ഒരു ലോക്ക്ഡൗൺ പോലെ ഇവിടെ ആക്കിയിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്। इस समय हम लॉकडाउन के द्वारा घरों में बैठाने के पीछे परमेश्वर को एक बहुत बड़ा योजना है हमारे ऊपर। അയ്യോ എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയല്ല, ദൈവസന്നിധിയിൽ മോട്ടമടക്കി സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കുവാനിടയാകും। प्रभु जी मेरे साथ ऐसा क्यों हुआ करके सोच कर बैठने के लिए नहीं है, हालेलुया स्वर्ग की ओर आंखें उड़ा के घुटना टेक कर परमेश्वर के सामने विनती याचना करेगा तो हालेलुया बहुत बड़ा अभिषेक और बहुत बड़ा अद्भुत काम हमारे जीवन में होगा। കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർ അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിൽ ഭൂകമ്പം ഉണ്ടായതായി കാണുന്നുണ്ട്। पौलोस और प्रभु का दास सिलास एक साथ जब बंदीगृह में हुआ तो ये लोग वहां आराधना किया तो हम देखा है बंदीगृह का दरवाजा खुल गया करके हम देख सकते हैं। അസാധാരണമായ ചില പ്രവൃത്തികൾ അവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുകയാണ്। हालेलुया जो साधारण मनुष्य नहीं करता उससे बहुत बड़े कार्य प्रभु उनके द्वारा वहां कराते हुए हम देख सकते हैं। ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഇരുന്ന് സ്തോത്രം വർദ്ധിപ്പിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം നടക്കുകയാണ്, അതേ നമ്മുടെ നാവിൽ തന്നെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കും। हालेलुया इस समय लॉकडाउन के द्वारा जब हम अपने घरों में बैठकर प्रार्थना और उपवास करते वक्त हालेलुया प्रभु जी हमारे ऊपर बहुत बड़ा सामर्थ्य डालेगा, हम प्रभु के लिए इस्तेमाल होना शुरू हो जाएगा। ഹല്ലേലൂയ। അപ്പോസ്തലപ്രവൃത്തി 19:11 ഇങ്ങനെ വായിക്കുന്നു, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കുകയാൽ എന്ന് കാണുന്നു। हालेलुया देख सकता है हालेलुया പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികൾ। हालेलुया प्रेरितों का काम 19 अध्याय में हम देख सकता है प्रेरित पौलुस के द्वारा प्रभु बड़े हालेलुया साधारण रीति से नहीं बहुत भयंकर रीति से असाधारण रीति से प्रभु की कार्यों अद्भुत चमत्कारियों को दिखाते ही हम देख सकते हैं। ഈ ലോകപ്രകാരം ആരും അവരെ അറിയുന്നില്ലെങ്കിലും അവരുടെ കയ്യാൽ ചില അത്ഭുത പ്രവൃത്തികൾ എന്റെ ദൈവം ചെയ്യിപ്പിക്കുകയാണ്। हालेलुया जो पवित्र आत्मा का सामर्थ्य पाया हुआ लोगों के द्वारा प्रभु बहुत बड़े कार्य हालेलुया करा रहा है इस दिनों में। അവരുടെ ശരീരത്തിൽ നിന്ന് റൂമാലും ഉത്തരിയവും രോഗികളുടെ മേൽ കൊണ്ടിടുമ്പോൾ വ്യാധികൾ വിട്ടുമാറുന്നു, അവയെ ഭൂതാത്മാക്കൾ ദുരാത്മാക്കൾ പുറപ്പെട്ടു പോകുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു।
वहां देख सकता रुमाल और अंगोछे उनकी देर से चुलवाकर बीमारों पर डालते और उनकी बीमारियां जाती रहती थे और दुष्टात्माएं उनमें से निकल जाते थे। ദൈവത്തിൽ വിശ്വസിക്കുന്ന തന്റെ ജനത്തെ കൊണ്ട് അന്നെന്ന പോലെ ഇന്നും ഈ അന്ത്യകാലത്ത് ദൈവം ചെയ്യിപ്പിക്കാൻ വിശ്വസ്തനാണ് എന്ന് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. मैं प्रभु की आत्मा में आपको संदेश देना चाहता हूं, जो व्यक्ति पवित्र आत्मा का सामर्थ्य में जो बना रहना चाहता है उसी व्यक्ति से प्रभु आज भी जो प्रेरित पौलुस के द्वारा सेवकों के द्वारा जो कराया हुआ काम आज भी करने के योग्य है। പാപം വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയേണ്ടതുണ്ട്. ഇരുട്ടിൽ നിന്ന് അനേകര് വെളിച്ചത്തിലേക്ക് തിരിയേണ്ടതുണ്ട്. അതേ നരകത്തിൽ നിന്ന് അനേകര് അവൻ ദൈവരാജ്യത്തിനായി ഒരുക്കപ്പെടേണ്ടതുണ്ട്. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ അവിടെവിടങ്ങളായി ദൈവ മക്കളെ ഇരുത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതി ഉണ്ട് എന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. मैं आत्मा में ये बताता हूँ आपको, घरों में बैठकर हालेलुया लॉकडाउन में प्रार्थना करने के पीछे बहुतेरे लोगों को पापों से हालेलुया छुटकारा देने का है। बहुतेरे लोगों को अंधकार से उजियाले में लाना है। बहुतेरे लोगों को हालेलुया नरक से उठाकर स्वर्ग की राज्य की ओर ले जाने के लिए प्रभु चाहता है। इसलिए आपको इस जगह पर प्रार्थना के रूप पर बैठाया हुआ है। ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് കാണുകയാണ്. मैं पवित्र आत्मा में ये दर्शन देख रहा हूँ। मैं ये प्रचार करते वक्त ही आप लोगों के ऊपर बहुत बड़ा सामर्थ्य प्रभु उंडालते हुए मैं देख रहा हूँ। आप लोग सब आत्मा में बैठे रहो। ദൈവശക്തിയുടെ മുൻപിൽ വേറൊരു ശക്തിക്ക് നിൽക്കാൻ സാധ്യമല്ല. परमेश्वर की सामर्थ्य के सामने दुनिया का कोई भी शक्ति खड़ा नहीं हो सकता। അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ പുറമേ ഉള്ളവൻ ക്ഷീണിച്ചാലും എന്റെ അകത്ത് ആത്മാവ് ശക്തിയോടെ ബലപ്പെടുവാനായിട്ട് ആ കൃപ എനിക്ക് തരണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. परमेश्वर का लोग ये प्रार्थना कीजिए, पिताजी मेरी बाहरी मनुष्यत्व हालेलुया मानसिक शक्ति कमजोर हो रहा है मैं जानता हूँ, लेकिन मेरी अंदर का मनुष्य दिन का दिन सामर्थ्य पाते हुए आपकी राज्य की विकास के लिए इस्तेमाल होने पाए। സെഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല യഹോവ അവിടുത്തെ ആത്മാവിനാൽ തന്നെ. जकरिया नबी का किताब में हम लिखता है, ना सेनाओं के द्वारा न शक्तियों के द्वारा प्रभु की आत्मा का द्वारा ही कार्य होगा। മീഖാ പ്രവാചകൻ വായിക്കുന്നുണ്ട്, യഹോവയുടെ ആത്മാവിനാൽ ഞാൻ വീര്യം നിറഞ്ഞു എന്ന് കാണുന്നുണ്ട്. यिर्मयाह नबी कहता है, मैं परमेश्वर की आत्मा का द्वारा वीर कार्य करूंगा करके लिखा है। अभी पढ़े हालेलुया पुराना नियम का प्रभु की दास लोगों को प्रभु बहुत बड़े इस तरीके से इस्तेमाल किया है। 2020 ഓഗസ്റ്റ് മാസം ഈ ആരംഭാഴ്ചയിൽ പറയുന്നു, ദൈവം അതേ അതേ ഇറക്കി തരികയാണ്. ये अगस्त महीने का पहला हफ्ते में मैं आपको कहता हूं, अगर आप विश्वास के साथ प्रभु की चरणों में घुटना टेककर अगर प्रार्थना करेगा तो प्रभु की पवित्र आत्मा का जो सामर्थ्य है आपके ऊपर उंडेल कर आपकी जीवन में बहुत बड़ा चमत्कार के द्वारा प्रभु आपको इस्तेमाल करेगा। പറയണമെങ്കിൽ നമുക്ക് ദൈവശക്തി ആവശ്യമാണ്. आज रात को प्रभु को धन्यवाद करना है तो प्रभु की सामर्थ्य जब तक आपके ऊपर नहीं है नहीं कर पाओगे आप। പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിന്റെ സാക്ഷ്യം പറയണമെങ്കിൽ നമുക്ക് ദൈവശക്തി ആവശ്യമാണ്. अगर एक व्यक्ति प्रभु के सामने गवाही अगर बोलना है तो हालेलुया परमेश्वर की सामर्थ्य की जरूरत है। സ്തെഫാനോസ് ആത്മാവിന്റെ ശക്തിയോടെ കർത്താവിന്റെ സാക്ഷ്യം പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. स्तेफानोस हालेलुया परमेश्वर का सामर्थ्य के द्वारा हालेलुया बड़े गवाही दिया करके हम देख सकते हैं। हालेलुया ദൈവശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ആമേൻ നമ്മളായിട്ടല്ല പിന്നെയോ ഒരു വലിയ ദൈവശക്തിയുടെ ആമേ അനുഭവമായിട്ട് വെളിപ്പെടുകയാണ്.
जब परमेश्वर का सामर्थ्य हमारे ऊपर उंडेलने के बाद हम साधारण लोगों को नहीं, प्रभु की हालेलुया बदले का एक व्यक्ति के द्वारा हम इस्तेमाल होना शुरू हो जाते हैं। അപ്പോസ്തലന്മാർ നടന്നു പോകുമ്പോൾ ഭൂതങ്ങൾ അലറി വിട്ട് ഓടിപ്പോകുന്നു. രോഗികൾ അവരുടേതാകുന്ന നിഴലിൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. അവര് സാധാരണ മനുഷ്യരെങ്കിലും അവരുടെ മേൽ പകരപ്പെട്ട കാത്തിരിപ്പിന്റെ ആ അഭിഷേകത്തിന്റെ ശക്തിയാണ് അവരിലൂടെ ഒരു വലിയ പവർ ഹൗസായി വെളിപ്പെടുന്നത്. हालेलुया, हम देख सकता है प्रेरित लोग जब बाजार से या कहीं भी से पैदल जब जाते हैं, हम देख सकता है हालेलुया उनके द्वारा, उनकी छाया के द्वारा रोगी लोग चंगा हो जाता है। हालेलुया, दुष्टात्मा भाग जाता है, बड़े बड़े वीर कार्य होता है। वो लोग साधारण मनुष्य केवल है, लेकिन परमेश्वर की सामर्थ्य की शक्ति की वजह से वो लोगों के द्वारा बहुत बड़े कार्य हो रहा है। പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ ദൈവം ഈ ശക്തിയുടെ അഭിഷേകം അയക്കുന്നു. जो व्यक्ति प्रार्थना करता है उस व्यक्ति का जीवन में प्रभु ये सामर्थ्य को उंडेलते हैं। ദൈവം തന്ന കൃപയ്ക്ക് അനുസരിച്ച് നീ ആത്മാവിൽ സ്തോത്രം ചെയ്തു തുടങ്ങ്. ദൈവത്തിന്റെ ശക്തി ശരീരത്തിലേക്ക് ദൈവം അതേ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. आज रात को तुम केवल धन्यवाद का हालेलुया बेड चढ़ाते शुरू करो। देखना हालेलुया बिजली के शक्ति के द्वारा तुम्हारी शरीर को छू कर हालेलुया एक बहुत बड़ा सामर्थ्य तुम्हारे शरीर पे कार्य करना लगेगा। യൗവനക്കാർ ക്ഷീണിച്ചു പോകും, ബാല്യക്കാർ തളർന്നു പോകും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41 നമ്മൾ 40 വായിക്കുന്നുണ്ട്. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. हम यशायाह नबी 40 का 49 से हम देख सकता है, वो थके हुओं को बल देता है और शक्तिहीन को बहुत सामर्थ्य देता है। तरुणा तो थकते हैं और श्रमित हो जाते हैं और जवान ठोकर का गिरते हैं, परंतु जो यहोवा की बाढ़ जोते हैं वे नया बल प्राप्त करते जाएंगे। वे उकाब की नहीं उठेंगे, वे दौड़ेंगे और श्रमित नहीं होंगे, चलेंगे और थकित ना होंगे। ഈ രാത്രി ശരീരത്തിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങ്. അല്പസമയം കഴിയുമ്പോൾ ആ വേദന ശരീരത്തിൽ കാണുകയില്ല. आज रात को जो व्यक्ति शरीर में दर्द पाया हुआ है, शरीर को कमजोरी महसूस कर रहा है, मैं उड़ नहीं सकता करके जो व्यक्ति कह रहा है, उसको परमेश्वर की आत्मा मेरी मुंह से ये संदेश दे रहा है, आप धन्यवाद का बेट चढ़ाना शुरू करो। अभी आपके शरीर से प्रभु की आत्मा की सामर्थ्य उतर कर हालेलुया दुनिया की अंधकार का शक्ति दूर होकर आप एकदम सामर्थ्य पाएंगे, आप चंगा हो जाएंगे। പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ ശക്തി പകരും, ബലഹീനതയിൽ അത് തികഞ്ഞു വരുമെന്ന് പറഞ്ഞാൽ അതേ ശരീരത്തിലെ രോഗത്തെ അത് തകർത്ത് കളയും. हालेलुया, प्रभु ने प्रेरित पौलुस को कहा, उसने मुझसे कहा मेरी अनुग्रह तेरे लिए बहुत है, क्योंकि मेरी सामर्थ्य निर्बलता में सिद्ध होती है, इसलिए मैं बड़े आनंद से अपने निर्बलताओं पर घमंड करूंगा कि मसीह की सामर्थ्य मुझ पर छाया करती रहे। ഇതിലെ മറ്റുള്ളവർ ഭയപ്പെടേണ്ടതുപോലെ നീ ഭയപ്പെടരുത്. ആമേ, എന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് ആ ഒരു വലിയ അഭിഷേകമാകുന്നത് കൊണ്ട് ഞാൻ സ്തോത്രം പറയും. സ്തോത്രം പറയുമ്പോൾ എന്റെ ശരീരത്തെ തളർത്താൻ വരുന്ന അന്ധകാര ശക്തി എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. അത് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറയട്ടെ. അങ്ങനെയെങ്കിൽ ഒരു ബാധയും നിന്റെ ശരീരത്തെ തൊടുകയില്ല. हालेलुया, जो व्यक्ति अभी ये वचन सुन रहे अंदर ही अंदर हो, ये साधारण लोगों की तरह नहीं है, परमेश्वर का सामर्थ्य के द्वारा चलने वाला व्यक्ति है। इसलिए मैं प्रभु को धन्यवाद का बेट चढ़ाता हूं। प्रभु की आत्मा मेरे ऊपर उतरेगा, हालेलुया, मैं सामर्थ्य पाऊंगा। जो भी बीमारियां मेरे शरीर में होगा, इसी समय प्रभु यीशु मसीह के पवित्र नाम में जाते रहे मैं बिल्कुल चंगा होऊंगा। കർത്താവ് പറഞ്ഞു, രാത്രിയിലെ ഭയത്തെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയോ നിനക്ക് പേടിപ്പാനില്ല. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവൻ ഉറപ്പോടെ നിൽക്കട്ടെ. प्रभु का भजन संगीता 91 में लिखा है, हालेलुया, जो व्यक्ति हालेलुया परम प्रधान की छाए हुए स्थान में
ठिकाना पाता है। उधर लिखा है हालेलुया, तू ना रात के भय से डरेगा और ना उस तीर से जो दिन को उड़ता है, हालेलुया, ना उस मरी से जो अंधेरे में फैलती है, ना उस महारोग से जो दिन दोपहरी में उजाड़ता है। ഓ ഈ രാത്രി ഈ പറയപ്പെടുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് വലിയൊരു പവറായി ഇറങ്ങി വരിക മാത്രമല്ല, ഓ ചില വിടുതലിന്റെ രാത്രിയാക്കി ദൈവം ഇത് തീർക്കുകയാണ്. मेरा परमेश्वर आज रात को मेरे मुंह से निकलने वाला वचन का सामर्थ्य के द्वारा, हालेलुया, सिर्फ एक सुनकर चलने वाला नहीं, आपकी शरीर में उतर कर एक बहुत बड़ा चंगाई के द्वारा कार्य करते हुए मुझे महसूस हो रहा है। നമ്മൾ ഒത്തിരി പേരില്ലെങ്കിലും ആമേൻ ആമേൻ കേൾക്കുന്ന വചനം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവം ചില പ്രവൃത്തികളെ ഈ 2020 ദൈവം ചെയ്യിപ്പിക്കും. അതേ, നമ്മുടെ കയ്യാൽ അത് സാധിക്കും, നമ്മുടെ നാവിനാൽ ദൈവം അത് സാധിപ്പിക്കും. നമ്മുടെ സ്വന്തം ശക്തിയല്ല, പിന്നെയോ നമ്മുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ വലിയ അഭിഷേകം. हालेलुया, आप कमजोर व्यक्ति जरूर है, लेकिन आप डरो मत। 2020 में प्रभु आपके हाथों से बहुत बड़ा कार्य, बहुत बड़ा सामर्थ्य, बहुत बड़ा अद्भुत चमत्कारी आपके जीवन में करके प्रभु अपनी महिमा करोगे आपके द्वारा। അതെ, വിശ്വസിക്കുന്നവരിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. विश्वास करने वाले के द्वारा हालेलुया प्रकट होने वाला परमेश्वर का सामर्थ्य के बारे में हम देख सकते हैं। ദൈവശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. परमेश्वर का सामर्थ्य जब हमारे ऊपर आते हैं, हालेलुया, हमारे विश्वास बढ़ते हैं। ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുന്നു. 18-19 വാക്യങ്ങളിൽ एफेसियों का पत्री, हालेलुया, उसपे कुलसियों का पत्री हम 1:18-19 में हम देख सकते हैं। हालेलुया, असीम सामर्थ्य के बारे में हम देख सकता है। അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തി എന്ന് കാണുന്നു. वहां हम देख सकता है उनकी बल का, हालेलुया, एफेसियों का पत्री, हालेलुया, उसका पहला अध्याय 18 और 19 में हम देख सकते हैं। പൗലോസ് അപ്പോസ്തലൻ അത് പറയാൻ കാരണം, എനിക്ക് ഈ ലോകപ്രകാരം പലതും പറയാനുണ്ടെങ്കിലും അത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദൈവശക്തി മനസ്സിലാക്കിയ ഭക്തൻ പറയുകയാണ്, എനിക്ക് ഉയരത്തിലെ ശക്തി ധാരാളം ആവശ്യമാണ്. हालेलुया, प्रभु का सामर्थ्य को जाना हुआ प्रभु का दास ये कहता है, उनकी सामर्थ्य हमारी ओर जो विश्वास करते कितनी महान और उसकी शक्ति में प्रभाव के उस कार्य के अनुसार वो मेरे लिए बहुतायत से मिले और आप लोगों को भी मिले, इसलिए मैं प्रार्थना करता हूं। ഈ ലോകപ്രകാരം കിട്ടിയ ജ്ഞാനമല്ല, എന്നാൽ ആ ഉയരത്തിലെ ശക്തി എന്റെ മേലുണ്ടെങ്കിൽ ആമേ എനിക്ക് ചിലത് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ये दुनिया का मिला हुआ ज्ञान और समझ नहीं है, जो ऊंचे दर से स्वर्गीय शक्ति जो मुझ पर उठेले हुए और उसे के द्वारा मैं बहुत बड़ा कार्य करूंगा करके प्रभु का दास यहाँ बोल रहा है। ബലത്തിന്റെ വ്യാപാര യേശുവിൽ വ്യാപരിച്ച ആ ശക്തിയുടെ ആ ഒരു വ്യാപാരം എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ആ എന്നിലുള്ള വിശ്വാസത്താൽ അതേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ആ ശക്തിയുടെ അളവറ്റ ചില വലിപ്പം അതേ ചിലർ കാണാൻ പോവുകയാണ്. हालेलुया, अगर जब हम प्रार्थना करूंगा तो प्रभु की अजीम सामर्थ्य जो उसको हिसाब नहीं कर सकता, इतनी बड़ा सामर्थ्य मेरे ऊपर उधर कर मैं एक नया व्यक्ति बन जाते हैं। പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ തളരാതെ നിൽക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് പറ്റില്ല, ഉയരത്തിലെ ശക്തി നമുക്ക് ആവശ്യമാണ്. परेशानियां और मुश्किलें हमारे जीवन में जब आते हैं उसका सामना करने के लिए ये धरती का जो मानसिक बुद्धि से कोई कार्य नहीं होगा, आपको स्वर्ग से उतरने वाला परमेश्वर की सामर्थ्य की जरूरतें हैं। നമുക്കറിയാം, ഇപ്പോഴത്തെ മഹാമാരിയൊക്കെ വന്നിട്ട് ആമേ ഓരോരുത്തര് ഒരു റൂമിൽ കഴിയുമ്പോൾ അവരെന്ത് ഭയപ്പെട്ടാണ് കഴിയുന്നത്. या भी हम देख सकते हैं कोविड बीमारी के समय पर जो लोग हालेलुया क्वारंटीन हो जाता है, अकेला रूम में बंद हो जाता है, कितनी डर और भय के साथ है।
അതിന് ചില ദിവസങ്ങൾ വളരെ ഭയാനകമായ അന്തരീക്ഷത്തിൽ കൂടെ പോയ സംഭവങ്ങളാണ് പറയാറുള്ളത്. वो लोग जब इसके बारे में गवाही देता है बहुत डर और भय के साथ अपना जीवन गुजारा हुआ समय बताता है. എന്നാൽ ഇന്ന് രാത്രി നീ കർത്താവിൽ വിശ്വസിച്ച ഒരു ദൈവവൈതലെങ്കിൽ ആമേൻ, നീ തനിയല്ല, നിന്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. अगर तू प्रभु यीशु मसीह पर पूर्ण रूप से विश्वास करेगा तो तुम्हारे अंदर भीतर का जो शक्ति है, जो बाहर का दृश्य में जो दिखाई दे रहा है वो नहीं, वो तुमको बहुत बड़ा सामर्थ्य देगा. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആമേൻ, വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആ ശക്തി എനിക്ക് അധികം വേണം, ആ ശക്തിയുടെ വലിപ്പം എനിക്ക് അധികം വേണം. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? इसलिए आज पौलुस प्रेरित पौलुस कहता है, हे प्रभु वो अजीम सामर्थ्य, वो उन्नत वाला सामर्थ्य मुझे बहुत आए सच्चाई उसी बलबंधु में आगे बढ़ना चाहता हूँ. യേശുവിൽ വ്യാപരിച്ച ആ ശക്തിയുടെ അളവറ്റ വലിപ്പം, കർത്താവിന്റെ ശിഷ്യന്മാരിൽ വ്യാപരിച്ച ആ ശക്തി, അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ആമേൻ വീര്യപ്രവൃത്തികളെ ചെയ്യിപ്പിച്ച ആ അത്യന്ത ശക്തി, അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, വിശ്വസിക്കുന്നവരുടെ മേലും അത് വ്യാപരിക്കട്ടെ. हालेलुया. यीशु मसीह पर उड़ेला हुआ पवित्र आत्मा का सामर्थ्य, हालेलुया. प्रभु की सेवक लोगों को, प्रेरित लोगों से कराया हुआ, सेवा कराया हुआ सामर्थ्य, हालेलुया. वो प्रभु का दास कहता है, प्रभु जी आपकी कलीसिया के ऊपर भी ये बलवंत वाला सामर्थ्य, हालेलुया, हालेलुया, उड़ेलने पाए. ഈ രാത്രി സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. आज रात को मैं आपके लिए प्रार्थना करने जा रहा हूँ. ഒരു ഭൗതിക നിയമമല്ല എനിക്ക് വലുത്, ആ ദൈവശക്തി എന്റെ മേലുണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. हालेलुया. ये दुनिया का कोई चीज नहीं मेरे लिए बड़ा, जो परमेश्वर का सामर्थ्य अगर मेरे ऊपर है तो वो सबसे अधिक है. ഒരു നിമിഷം നമുക്ക് മുട്ടുകൾ ദൈവത്തിൽ മടക്കി കർത്താവിനോട് പ്രാർത്ഥിക്കാം. एक बार अपनी अपनी जगह में घुटना टेक कर प्रभु के सामने प्रार्थना करे. നിങ്ങൾ വിശ്വസിക്കട്ടെ, ദൈവമാണ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നത്. हालेलुया. विश्वास कीजिए, परमेश्वर आपकी बीच में कार्य करेगा. കർത്താവിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മൾ സമ്പന്നരാണ്. प्रभु की सामर्थ्य जब आपके ऊपर उंडेलेगा, देखो आप बहुत बड़ा धनी बन जाएगा. എന്തു തിന്നും എന്തു കുടിക്കും എങ്ങനെയാകുമെന്ന് ഭാരപ്പെടേണ്ട, ഉയരത്തിലെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ ദൈവമൈതലേ എല്ലാം നിനക്കുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. मैं आत्मा में ऊंचे स्वर से कहता हूँ, क्या खाएगा क्या पिएगा इससे तू घबराओ मत. अगर प्रभु की सामर्थ्य है तो तुम्हारे लिए सब कुछ है. ഓ ബാല്യക്കാർ ക്ഷീണിക്കും, യൗവനക്കാർ ഇടറി വീഴും, യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. हालेलुया. बाल्य युवक लोग थक जाएंगे, लेकिन प्रभु को बाढ़ जोने वाला हालेलुया सामर्थ्य को पाएंगे. ഓ നിങ്ങളുടെ അതിരങ്ങളെ തുറന്ന കർത്താവേ എന്ന് വിളിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് अपनी मुंह खोल के प्रभु करके धन्यवाद कराइए. നാം ഹല്ലേലൂയ സ്തോത്രം പറയുമ്പോൾ ദൈവശക്തി നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കും. आप जब धन्यवाद करते हैं आपके ऊपर प्रभु का सामर्थ्य उंडेलेगा. നിന്റെ നാവിലേക്ക് അറിയാത്ത ദൈവവചനം, ദൈവ ആത്മാവിന്റെ ഭാഷ ദൈവം നാവിൽ തരും. हालेलुया. जब तुम आत्मा में धन्यवाद करने लगेगा, एक अन्य भाषा का सामर्थ्य तुम्हारे ऊपर उतरने. ഈ രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. हालेलुया. आज रात को प्रभु बहुत बड़ा सामर्थ्य लोगों के बीच में उतार रहा है. പ്രിയ ദൈവദാസന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. हालेलुया. ഈ വചനം കേൾക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ഓ നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ അലട്ടുന്ന, തള്ളിയാൽ നീങ്ങാത്ത ചില കല്ലുകൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് മാറിപ്പോകുന്നു. യേശുവിൻ നാമത്തിൽ. Thank you Jesus. Thank you Jesus.
ഒരു വലിയ അത്യന്ത ശക്തി അനോയിന്റിംഗ് അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Jesus. Thank you, Lord. Lord. Hallelujah. Hallelujah. അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടും. 2020 എന്റെ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. सामर्थ्य हर एक व्यक्तियों के ऊपर उतर रहा है. हालेलुया. प्रभु आपको बलवंत कर रहा है उनके सामर्थ्य के द्वारा. विश्वास कीजिए, ये वचन के द्वारा मैं प्रभु के सामने ये वचन समाप्त करता हूँ, मेरा समय को समाप्त करता हूँ. धन्यवाद प्रभु का दास. താങ്ക് യു പ്രഭു. കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനയെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ ഹല്ലേലൂയ അസാമർത്ഥ്യത്തെ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ഒഴുക്കുവാൻ ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ നല്ല ആലോചനയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി അവസരം കിട്ടുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വരണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. താങ്ക് യു കർത്താവ്. പ്രഭു का दास के लिए हालेलुया ओम प्रकाश पास्टर जी प्रार्थना करेंगे. हालेलुया हालेलुया हालेलुया. धन्यवाद धन्यवाद ओ यीशु. हालेलुया 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 हालेलुया. हाँ पिता परमेश्वर प्रभु यीशु, फिर एक बार तेरे सन्मुख में चले आते हैं राजा रात्रि के बेला में पिता. हालेलुया. हम तेरे कदमों में आकर के दंडवत करते हैं राजा. हालेलुया. धन्यवाद हो धन्यवाद हो धन्यवाद हो धन्यवाद हो धन्यवाद हो धन्यवाद हो. हाँ पिता परमेश्वर, खास करके प्रभु जी तेरे प्रिय दास के लिए हम प्रार्थना करते हैं राजा, जो सुंदर वचन को दिए पिता. हालेलुया. हम सबों के हृदय में प्रभु तू छुआ राजा. हालेलुया. इसके लिए धन्यवाद करते प्रभु. धन्यवाद हो धन्यवाद हो धन्यवाद हो. हाँ प्रभु सामर्थ प्रभु जी तेरे ही जी. हालेलुया. आत्मा में भर जाने के लिए हम प्रार्थना करते हैं राजा. हालेलुया. धन्यवाद हो धन्यवाद हो धन्यवाद हो धन्यवाद हो. हाँ पिता परमेश्वर, उनके प्रभु जी परिवार के लिए प्रभु के प्रभु मंडली के लिए प्रार्थना करते प्रभु जी. उनके प्रभु सेवकाई में प्रभु जी, उनके बाल बच्चों के लिए प्रभु जी हम प्रार्थना करते राजा. हालेलुया. बहुत ऐसे जीवन में आशीष दीजिए प्रभु जी, भरपूर आशीषों को दीजिए राजा. हालेलुया. धन्यवाद हो धन्यवाद हो धन्यवाद हो धन्यवाद हो धन्यवाद हो. हाँ प्रभु जी इस उम्र में प्रभु खास करके हम प्रार्थना करते प्रभु. हालेलुया. शारीरिक रूप से प्रभु जी, आत्मिक रूप से पिता. हालेलुया. तू संभालिए प्रभु जी, और चंगा रखने के लिए हम प्रार्थना करते राजा. हालेलुया. धन्यवाद हो धन्यवाद हो धन्यवाद हो धन्यवाद हो धन्यवाद हो. और प्रभु ये वचन जो प्रभु हालेलुया भिन्न भिन्न दूर दूर देशों से प्रभु जुड़ करके प्रभु हालेलुया हम सारे लोग के लिए जो सुनाते हैं पिता. हालेलुया. और भिन्न भिन्न जगहों से प्रभु बैठ करके प्रभु जी जून मीटिंग में प्रभु हम जोड़ करके वचनों को सुनते हैं पिता. हालेलुया. न केवल सुनने वाला, इसमें बढ़ने वाले प्रभु जी, इस पर अनुयायी होकर के चलने वाले हम होने के लिए हम प्रार्थना करते प्रभु जी. दया करिए दया करिए दया करिए दया करिए प्रभु. हालेलुया. आपने प्रभु जी दासों को प्रभु जी हालेलुया हालेलुया और ताकत से प्रभु जी और सामर्थ्य से भर दीजिए, पवित्र आत्मा से भर दीजिए प्रभु. हालेलुया हालेलुया. अपने शक्ति और सामर्थ्य से भर दीजिए राजा. हालेलुया. इस उम्र में प्रभु जी उन्हें ताकत दीजिए प्रभु जी, बरकत दीजिए, आशीष दीजिए राजा. हालेलुया. यही आपसे दुआ प्रार्थना करते प्रभु जी. धन्यवाद हो धन्यवाद हो धन्यवाद हो. एक बड़े बीमारी में प्रभु जी हर लोग को बचाइए प्रभु जी. हालेलुया हालेलुया. जो तेरे दास दासी प्रभु जी हालेलुया वो जुट करके जो प्रभु जी हालेलुया इसमें वचन को सुनते प्रभु जी, उन्हें तू बचाइएगा, छुटकारा दीजिए, आशीष दीजिए प्रभु जी. एक एक विश्वासी भाई बहनों के लिए दुआ करते प्रभु जी, जो सुने हैं प्रभु जी वो सुन करके उसी पर प्रभु हालेलुया सामर्थ्य के साथ आगे बढ़ने में प्रभु जी एकदम मस्त आगे बढ़ने के लिए हम प्रार्थना करते प्रभु जी. दया हो दया हो दया हो दया हो राजा. हालेलुया. अपने सामर्थ्य को दीजिए, ताकत को दीजिए प्रभु जी. ऐसे ऐसे प्रभु जी अपने पवित्र दासों को ला करके प्रभु जी हम सबको और ही और ताकत से और गहराई रूप से प्रभु जी हम सबको सुनने के लिए तू आशीषों को दिया, इसके लिए धन्यवाद करते प्रभु जी. हाँ पिता परमेश्वर फिर से प्रभु जी तेरे दास को तेरे हाथ में समर्पण करते हैं, उन्हें आशीष दीजिए, बरकत दीजिए प्रभु जी. हालेलुया. हाँ पिता परमेश्वर हर एक प्रार्थना सुना प्रभु जी, शुरू से अंत तक हम सबको प्रभु संभाला पिता. हालेलुया. इस मीटिंग को चला इसके लिए धन्यवाद करते प्रभु जी. धन्यवाद दो, आशीष कर प्रभु जी. सारा आदर इज्जत महिमा गौरव तुझी को देते प्रभु जी. यीशु मसीह नासरी के नाम से मांगते हैं पिता, सुन और दया से ग्रहण कर. आमीन 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 आमीन. आज हम हालेलुया जो जो मीटिंग में आया हर एक लोगों के लिए हम प्रार्थना करेंगे. हालेलुया 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 हालेलुया.
हालेलुया। प्रिया विजय कांचन से विजय पास्ता के लिए धन्यवाद करते, अरविंद ब्रदर के लिए हम प्रार्थना करते, प्रमीला बहन के लिए प्रार्थना करते, उनका जीवन के हर एक विषयों के ऊपर प्रभु दया करने के लिए, रागेश के लिए हम प्रार्थना करते, हालेलुया। उनका दासी को प्रभु चंगा करने के लिए हम प्रार्थना करते, हालेलुया हालेलुया। सुनील भाई के लिए धन्यवाद करते, मोतीलाल जी के लिए धन्यवाद करते, दीप नारायण के लिए विनती करते, दिनेश कुमार के लिए हम धन्यवाद करते, अतुलाल के लिए हम विनती करते, हालेलुया। देव सिंह के लिए प्रार्थना करते, मानमती बहन के लिए विनती करते, फूलमती बहन के लिए विनती करते, राम नारायण भाई के लिए विनती करते, रामेश्वर के लिए हम विनती करते, हालेलुया हालेलुया। कोरबा से श्यामलाल जी के लिए विनती करते, हालेलुया हालेलुया।